അടിസ്ഥാന സ്തംഭങ്ങളിൽ ഭ്രംശം സംഭവിച്ചു പോകുന്നോ എന്ന അത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, സുപ്രീം കോടതിയിലെ അഭിഭാഷകർ, ഹരീഷ് സാൽവെ അടക്കമുള്ള അഭിഭാഷകർ, BJPക്ക് വേണ്ടി വാദിച്ച 15ഓളം അഭിഭാഷകർ സുപ്രീം കോടതിക്ക് അയച്ച കത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചയായതാണ്. അതിനകത്ത് അവർ പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ പരിരക്ഷിക്കണമെന്നാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകരുന്നു എന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും മൗലികമായ പ്രശ്നമാണെന്ന് നമുക്കറിയാം. ലോകത്ത് യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തുന്ന നിരവധി ഇൻഡെക്സുകളുണ്ട്, സർവേകളുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന താരതമ്യ പഠനങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, വിദ്യാഭ്യാസം, സ്ത്രീ സുരക്ഷ, അങ്ങനെ ഒരുപാട് പഠനങ്ങൾ. ഈ ഇൻഡെക്സുകളിൽ മുഴുവൻ ഇന്ത്യ മഹാരാജ്യം പിറകിലാണ്. ലോകത്തിലെ ഏറ്റവും പിറകിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ രാജ്യമെന്ന് ഓരോ ഇൻഡെക്സുകളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സങ്കടകരമായ ഒരു ഇൻഡെക്സ് റിപ്പോർട്ടുണ്ട്. അതെന്തെന്നാൽ ഡെമോക്രാറ്റിക് ഇൻഡെക്സ് ആണ്. നമ്മളെപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന്. ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യം ഇന്ത്യ എന്ന് ലോകത്തിന് അഭിപ്രായമില്ല, പ്രത്യേകിച്ച് അമേരിക്ക, UK. എന്നാൽ ലോകം അസന്നിഗ്ധമായി പറയുന്നുണ്ട് ലോകത്തിലെ 3ാമത്തെ രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ആ ഏറ്റവും പുതിയ ഡെമോക്രാറ്റിക് ഇൻഡെക്സിനകത്ത് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് ഓട്ടോക്രാറ്റിക് ഡെമോക്രസി എന്നാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഏകാധിപതി ഭരിക്കുന്ന രാജ്യം. ഓട്ടോക്രാറ്റിക് ഡെമോക്രസിയാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒന്നാണെന്ന് രാജ്യത്തിൻ്റെ മൗലികതയെ, അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും. നമുക്കറിയാം, ഒരുപാട് വിഷയങ്ങളിൽ ഇപ്പോൾ വേൾഡ് ഹങ്കർ ഇൻഡെക്സ്, പട്ടിണിയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ സർവേ, ഇന്ത്യ അതിൽ 111ാമത്തെ രാജ്യമാണ്. ഇന്ത്യയോട് തൊട്ടുകിടക്കുന്നത് അഫ്ഗാനിസ്ഥാൻ. അതിൻ്റെ എത്ര ക്ഷീണമാണത് എന്നറിയാൻ ഇന്ത്യയെ കൊണ്ട് തൊട്ടു ചേർന്ന് നിൽക്കുന്ന അഫ്ഗാന്റെ കണക്ക് മാത്രം എടുത്താൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ അപ്പോഴും രാജ്യം ഭരിക്കുന്ന മോദി പറയുന്നത് അതിൽ കാര്യമില്ലെന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വര നഗരം ബോംബെയാണ് എന്നാണ് മോദിയുടെ ഉത്തരം. അത് സത്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വര നഗരം ബീജിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. എന്നാൽ ഈ തവണ ലോകത്തിലെ മില്യണേഴ്സ് സിറ്റി എന്ന് പറയുന്നത് ബോംബെയാണ്. അദാനി എവിടെയാണ് താമസിക്കുന്നത്, അംബാനി എവിടെയാണ് താമസിക്കുന്നത്. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ ഈ ധനാഢ്യന്മാരെ കുറിച്ചുള്ള ഒരു ലോക പഠനം എടുത്ത് പരിശോധിച്ചു നോക്ക്. എല്ലാ കോടീശ്വരന്മാരും, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക് എന്ന് നിങ്ങൾ ChatGPT-യിൽ അടിച്ചാൽ, അതല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ ആദ്യം വരുന്നത് ടെസ്ല കാറാണ്. ലോകത്തിലെ മോട്ടോർ പ്രേമികളുടെ ഏറ്റവും പുതിയ കാറാണ് ടെസ്ല. ടെസ്ല കാറ് ഇലോൺ മസ്ക് വികസിപ്പിച്ചെടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. എലോൺ മസ്ക് ധനാഢ്യനായതിൻ്റെ ഉത്തരം അവിടെയുണ്ട്. നിങ്ങൾ ബിൽഗേറ്റ്സിനെ എടുക്കുക. ബിൽഗേറ്റ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഉടനെ വരും മൈക്രോസോഫ്റ്റിൻ്റെ ഉടമയാണ് ബിൽഗേറ്റ്സ്. നിങ്ങൾ ഷെഫ് ബേസ് എന്നടിക്കുക, അപ്പോൾ ഉടനെ വരും ആമസോൺ. ലൂയി വിറ്റന്റെ മുതലാളിയുണ്ട്. ലോകത്തിലെ എല്ലാ മുതലാളിമാരും അവരുടെ പ്രോഡക്റ്റുകൾ ലോകത്തിൽ വിറ്റാണ് അവർ ധനാഢ്യരായത്. അദാനി എന്താണ് കണ്ടുപിടിച്ചത്? ഒരു മൊട്ടുസൂചി അദാനി കണ്ടുപിടിച്ചിട്ടുണ്ടോ? അംബാനി കണ്ടുപിടിച്ചിട്ടുണ്ടോ? അദാനിയും അംബാനിയും ചേർന്ന് കണ്ടുപിടിച്ചത് മോദിയെയാണ്. മോദിയെ കണ്ടുപിടിച്ചത് വഴി ഈ രാജ്യത്തിൻ്റെ എയർപോർട്ടുകൾ, ഈ രാജ്യത്തിൻ്റെ സീപോർട്ടുകൾ, ഈ രാജ്യത്തിൻ്റെ കോർപ്പറേഷനുകൾ അവരെഴുതി വാങ്ങി. ഈ രാജ്യത്തിലെ ജനങ്ങളെ ലൂട്ട് ചെയ്താണ് ഇന്ത്യയിലെ പണക്കാരായി മാറിയത്. ഈ രാജ്യത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ചാണ്.
അതാണ് അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ധനാഢ്യരുടെ അവസ്ഥ അതാണ്. ഇനി മറ്റൊന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ രാജ്യത്തിലെ കുറേ മൗലികമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളിതാ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇവിടെ വരികയാണ്. നമ്മളുടെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വരികയാണ്. നമ്മൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. അതാണ് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം. നമ്മൾ ഈ നാട്ടിലൊരു പാലം വന്നാൽ, റോഡ് വന്നാൽ, സ്കൂൾ വന്നാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും. കാര്യമെന്ത്? ഈ നാട്ടിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൂടിച്ചേരലാണ്. അതിനപ്പുറത്ത് നിങ്ങളും ഞാനും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, മുസ്ലിം ലീഗുകാരനാണ്. എൻ്റെ പറകിൽ കുറേ കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, പല വിഭാഗം ആളുകളുണ്ട്. നമ്മൾക്ക് തന്നെ നമ്മളുടെ സ്വകാര്യമായ വിചാരങ്ങളും ധാരണകളുമുണ്ട്. അതിനെ ഉദ്ദീപിപ്പിക്കുക, അതിനുവേണ്ടി നമ്മൾക്കിടയിൽ അകൽച്ചകൾ ഉണ്ടാക്കുക, ഈ കൂടിച്ചേർന്നിരിക്കുന്ന മെയിൻ കോസിനെ മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ മറപ്പിക്കുക. രാജ്യം ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ധ്രുവീകരണത്തിൻ്റെ വഴി അതാണ്. എത്രമേൽ അപകടകരമാണത് എന്ന് ഈ നാട്ടിൻ്റെ രാഷ്ട്രീയാവസ്ഥയെ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടില് മോദി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഇന്ത്യ ഭരിക്കുന്ന ആരും ഭരിക്കേണ്ടത്? ഇവിടെ കോൺഗ്രസ് ഭരിച്ചാൽ, BJP ഭരിച്ചാൽ, കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചാൽ, ലീഗ് ഭരിച്ചാൽ എന്താ കാര്യം? ഈ രാജ്യത്തിന്റെ 80% ഹിന്ദുക്കളാണ്. ആ 80% പ്രശ്നങ്ങൾ അവഗണിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? അവഗണിച്ചാൽ രാജ്യമുണ്ടാകുമോ? 80% പട്ടിണി, 80% വിശപ്പ്, 80% ജോലി, 80% ജീവിത നിലവാരം, അതല്ലേ ഭരിക്കുന്നവൻ പരിഗണിക്കേണ്ടത്, അടിസ്ഥാനപരമായി പരിഗണിക്കേണ്ടത്? ഈ രാജ്യത്ത് എന്തു നന്മയുണ്ടായാലും ആ നന്മയുടെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തിലെ 80% ഹിന്ദുക്കളാണ് ആദ്യം. ഈ രാജ്യത്ത് എന്ത് ദോഷമുണ്ടായാലും ആ ദോഷത്തിന്റെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ രാജ്യത്തിലെ 80% ഹിന്ദുക്കളാണ്. അത് കഴിഞ്ഞേ മുസ്ലിങ്ങളുള്ളൂ, അത് കഴിഞ്ഞേ ക്രിസ്ത്യാനിയുള്ളൂ. എങ്കിൽ ഈ രാജ്യം ഭരിച്ച മോദിയോട് ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ വില കയറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ ആ വില കൊടുക്കേണ്ടി വന്നത് ആരാണ്? ഇവിടുത്തെ ഹിന്ദുക്കളാണ്. നിങ്ങൾ ഡീസലിന് വില കയറ്റിയപ്പോ, പെട്രോളിന് വില കയറ്റിയപ്പോ, നിങ്ങൾ ഗ്യാസിന് വില കയറ്റിയപ്പോ അത് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വന്നത് ആരാണ്? അതിൻ്റെ ഇരകൾ ആരാണ്? ഈ രാജ്യത്തിലെ ഹിന്ദുക്കളാണ്. രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് വൈകാരികമായ മറുപടികൾ കൊണ്ടല്ല ഉത്തരം നൽകേണ്ടത്. ഈ രാജ്യത്ത് 76% അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ല എന്ന് പറയുമ്പോൾ അതിലെ 80% ഹിന്ദു സഹോദരന്മാരാണ് എന്നെന്തേ മനസ്സിലാക്കാത്തത്? എന്ന് വച്ചാൽ നമുക്കിടയിലുള്ള വികാരങ്ങളെ തന്ത്രപരമായി വിനിയോഗിച്ച് വോട്ടാക്കുക. 80% വോട്ട് വേണം. അവന്റെ പട്ടിണി പ്രശ്നമല്ല, അവന്റെ ദാരിദ്ര്യം പ്രശ്നമല്ല, അവന്റെ പ്രയാസങ്ങൾ പ്രശ്നമല്ല, അവന്റെ ബുദ്ധിമുട്ടുകൾ പ്രശ്നമല്ല എന്ന് വരുത്തുക. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം, കുറെ പറയേണ്ട കാര്യമില്ല. ഒന്ന്, BJPയുടെ കേരളത്തിലെ നേതാവാരാണ്? സുരേന്ദ്രനാണ്, കെ സുരേന്ദ്രൻ. ഇവിടെ വരുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നത് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ മെനിഞ്ഞാന്ന് ഞങ്ങൾ വയനാട്ടുകാർക്ക് മോഹിപ്പിക്കുന്ന ഒരു വാഗ്ദാനം തന്നു. ഞങ്ങൾ വയനാട്ടുകാർ അതിൻ്റെ ഒരു ആവേശം മാറിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെങ്ങാനും എന്നെ MP ആക്കിയാൽ ഞാൻ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും. ഭയങ്കര സംഭവമാണ്. കാര്യം എന്ത്? വയനാട്ടിൽ ആന ഇറങ്ങുന്നത്, പുലി ഇറങ്ങുന്നത് സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ടാണ്. വയനാട്ടിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്, വയനാട്ടിന് ബദൽ റോഡ് ഇല്ലാത്തത്, വയനാട്ടിൽ രാത്രി സഞ്ചാരമില്ലാത്തത് അവിടെ സുൽത്താൻ ബത്തേരി എന്ന പേര് കണ്ടതുകൊണ്ടാണ്. ആ പേര് മാറ്റിയ പ്രശ്നമൊക്കെ തീരും. ഒരു ക്രൂഷ്യലായ എലക്ഷൻ മത്സരിക്കുന്ന ഒരു MP-യുടെ വാഗ്ദാനം. ഇയാളുടെ വർത്താനം കേട്ടാൽ കരുതുക ഈ സുൽത്താൻ ബത്തേരി എന്ന പേര് ആരുടെയോ അമ്മായിയപ്പൻ്റെ പേരാണെന്നാണ്. എടാ, ഒരു നാട്ടിലൊരു പേര് വരുന്നത് എത്ര സ്വാഭാവികമായി ആ നാട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നല്ലേ? എങ്ങനെയാ കണ്ണൂർ എന്ന പേരായത്? എങ്ങനെയാ കൽപ്പറ്റ എന്ന പേരായത്?
എങ്ങനെയാ കോഴിക്കോട് എന്ന പേരായി? ഇത് എന്ന് വെച്ചാൽ മനുഷ്യന്റെ നരമ്പ് രോഗങ്ങളെ ഉദ്ദീപിപ്പിക്കുക, ആ നരമ്പ് രോഗങ്ങളെ കത്തിച്ച് വോട്ടുകളാക്കി മാറ്റുന്ന ഒരു തരം വികലമായ രാഷ്ട്രീയ സമീപനമാണ്. നാട്ടിന് വേണ്ടി ഒന്നും ചെയ്യില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, 10 കൊല്ലം മുമ്പ് മോദിയുടെ പ്രസംഗമുണ്ട്, മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ക്ക് ഇൻ ഇന്ത്യ. മോദി എവിടെ വന്നാലും പറയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ 10 കൊല്ലമായിട്ട് എന്താ മെയ്ക്ക് ചെയ്ത്? എന്താ ഉണ്ടാക്കിയത്? അദാനിയെ ഉണ്ടാക്കി, അംബാനിയെ ഉണ്ടാക്കി, വേറെന്തുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ രാജ്യത്തിന് ഗുണപരമായ ഒന്നും. ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ സർവസ്വവും എന്ന് പറയുന്ന ഈ സംഘി പുങ്കവന്മാരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 947 ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയെ നോക്കി പറഞ്ഞ ഒരു ശാപവാക്കുണ്ട്: ഈ രാജ്യം ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. ദുരന്തമാകുമായിരുന്നു. 4599 ജാതിയും മതങ്ങൾ, 325 ഭാഷകൾ, ഓരോ സ്റ്റേറ്റുകളും വ്യത്യസ്തമായ സാംസ്കാരിക രൂപമുള്ള ഭാവങ്ങൾ തകരുമായിരുന്നു. പക്ഷേ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ഫക്കീർ ആ രാജ്യത്തിന്റെ മുമ്പിൽ നടന്നു. എല്ലാവരും അതിന്റെ പറകിൽ. 47 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ഈ രാജ്യത്തിന്റെ പതാക ഉയരുമ്പോ അവിടെ ഗാന്ധിജിയില്ല, നവഖാലിയിലാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തർക്കിക്കുന്നിടത്ത് അരുതെന്ന് പറയാൻ പോയതാണ്. രാജ്യത്തെ അധികാരത്തിൽ നിന്ന് വിട്ടുനിന്ന് ഗാന്ധിജി രാജ്യത്തെ ഒന്നാക്കാൻ ശ്രമിച്ചു. ആ മനുഷ്യനെയാണ് സംഘ് പരിവാരം വെടിവെച്ച് കൊന്നത്. അന്ന് രാത്രി ഓൾ ഇന്ത്യ റേഡിയോയില് ഗദ്ഗദകണ്ഠനായി പതറുന്ന ശബ്ദത്തില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസംഗമുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾ അത് കേൾക്കണം. നെഹ്റു പറയുന്നുണ്ട്, ആ വിളക്കുമരം അടഞ്ഞുപോയി, ആ വിളക്കുമരം അണഞ്ഞുപോയി. ഞങ്ങൾക്കൊരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾക്ക് പോയി ചോദിക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത് തീർന്നു. പ്രസംഗത്തിന്റെ അവസാനം എത്തുമ്പോ നെഹ്റു സമചിത്തത കൈവരിക്കുന്നുണ്ട്. നെഹ്റു പറയുന്നുണ്ട്, ആ വിളക്കുമരം അണഞ്ഞുപോയി എന്ന് ഞാൻ പറഞ്ഞുപോ, ഞാൻ തിരുത്തുകയാണ്, അതണയില്ല. ആ മനുഷ്യൻ കത്തിച്ചു വച്ച ദർശനങ്ങൾ ഞങ്ങളുടെ വഴികാട്ടിയാവും. പിന്നീട് നെഹ്റു ഭരിച്ചു ഗാന്ധിയൻ ആദർശങ്ങളോടെ. ഈ നാട്ടിൽ ഡാമുകൾ ഉണ്ടാക്കിയത് കർഷകർക്ക് കൃഷി ചെയ്യാനാണ്. IIM-ഉം IIT-യും ഉണ്ടാക്കിയത് നമ്മുടെ മക്കൾക്ക് പഠിക്കാനാണ്. ചേരി ചേരാ നയം എന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഇന്ത്യക്ക്. ചേരി ചേരാ നയം, എന്തു മനോഹരമാണത്! ആരോടും കക്ഷി ചേരുകയല്ല, എന്നാൽ നിലപാടുകളുടെ പേരെടുക്കുക എന്നത് അതായിരുന്നു. ഇന്നിതാ പ്രശ്നമാണ്. ഇസ്രായേൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു, ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നു, തുർക്കി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. സംഘർഷഭരിതമാണ്. ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഈ രാജ്യത്തെ ക്രിയാത്മകമായി പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമീപനങ്ങളുടെ ബേസായ ഗാന്ധിയൻ വീക്ഷണങ്ങളാണ്. എന്നിട്ട് ഇപ്പോ ഇതിൻ്റെയൊക്കെ മോള് കയറി കുത്തിർന്നിട്ട് പറയാണ്, ഞങ്ങളാ ഇന്ത്യ ഉണ്ടാക്കിയത്. ഈ ബന്നിന്റെ മുകളിൽ മുന്തിരി വെക്കുന്ന കണ്ടില്ല ഞങ്ങൾ? ബന്നി തീയൊക്കെ കൊണ്ട് ചൂടൊക്കെ ആയിട്ട് അതിങ്ങനെ പൊന്തി വരുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് ഒരു മുന്തിരി കൊണ്ടേ വെക്കൂ. മുന്തിരിൻ്റെ വിചാരം മുന്തിരി അതൊക്കെ ഉണ്ടാക്കിയെന്നാണ്. അതുപോലെയാണ് നരേന്ദ്രമോദിയും BJP-യും വിചാരിക്കുന്നത് ഈ 10 കൊല്ലം കൊണ്ട് അവരുണ്ടാക്കിയതാണ് ഇന്ത്യ രാജ്യമെന്ന്. എന്നാൽ മോദി അറിയുമോ? മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. മോദി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ലോകോത്തരമായ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുന്നതിന് മുമ്പ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. മോദി കൊള്ളിയും കോലും കളിച്ചു നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ബക്രാനൻഡൽ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി സ്കൂളിലെ പാഠപുസ്തകം പഠിച്ചു മറിച്ചു കളിക്കുന്ന കാലത്ത് ഇന്ത്യൻ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി ആകാശം നോക്കി നടക്കുന്ന കാലത്ത് താരാപൂർ ന്യൂക്ലിയർ ഊർജ്ജ നിലയം ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുണ്ടുടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ IIM ഉണ്ടായിട്ടുണ്ട്, NIT ഉണ്ടായിട്ടുണ്ട്, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി അക്ഷരം പെറുക്കി വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പൊതുമേഖലാ രംഗത്ത് ഇന്ത്യ നവരത്ന കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്. മോദി
RSSന്റെ ശാഖയിൽ ലാത്തി ചുഴറ്റി പഠിക്കുന്നതിന് മുമ്പ് 1,00,000 പാക് പട്ടാളത്തെ ഇന്ത്യൻ മിലിറ്ററിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചു നിർത്തിയിട്ടുണ്ട്. തീരുന്നില്ല. മോദി റെയിൽവേ സ്റ്റേഷനിൽ ചായ വിട്ട് നടക്കുന്ന കാലത്ത് രാജധാനി എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ ഇന്ത്യയിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നിട്ടുണ്ട്. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ രാജ്യം ഏറ്റവും പുതിയ ഒരു സർവേ നിങ്ങൾ നോക്കൂ. ഈ അടുത്ത് വന്ന QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ഉണ്ട്. ആ റാങ്കിങ്ങില് നമ്പർ 1 ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ചയാ പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി BJP-കാരന് ഇഷ്ടമല്ല. എന്താ കാര്യം? ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധം നടക്കുന്ന യൂണിവേഴ്സിറ്റി അവിടെയാണ്. ജനകീയ പ്രതിരോധം, ജനകീയ പ്രൊട്ടസ്റ്റ് അവിടെയാണ്. അതുകൊണ്ട് ഇഷ്ടമല്ല അവർക്ക്. ദീപിക പട്കോൺ, ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ അഭിനേത്രി, അവിടെ ചെന്നു. അതുകൊണ്ട് മാത്രം ദീപിക പട്കോണിനെ നിങ്ങൾ പീഡിപ്പിച്ചു. NRC-ക്കെതിരെ, CIA-ക്കെതിരെ. ആ സമരങ്ങൾ രൂക്ഷമായ ഇടം JNU ആണ്. ആ JNU-വിലെ സമരങ്ങൾ തെറ്റായിരുന്നില്ല എന്ന് ഇന്ന് മനസ്സിലാക്കുന്നു. ഒരു കാര്യം CPM-കാരന് മനസ്സിലാക്കിക്കോ,